ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് ജീവനുള്ള കാലം വരെ ഞാൻ അവളെ സംരക്ഷിക്കും. അല്ലെങ്കിൽ എന്റെ വാക്കിനൊരു വിലയില്ലല്ലോ. ഈ വാക്കിന് വില എന്ന് പറയുന്നതേ അവരവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചിരിക്കും. ഞാൻ പറയുന്നത് കേട്ട് എന്റെ കൂടെ ജീവിക്കാൻ നിനക്ക് വയ്യെങ്കില് ഡൈവേഴ്സ് ചെയ്തിട്ടേ നീ നിന്റെ പാട്ടിന് വയ്ക്കോ. ഇതൊന്നും ഞാനുണ്ടാക്കി പറയുന്നതല്ല, നടന്ന കാര്യങ്ങൾ തന്നെയാ. അപ്പോ ഇവിടെ മാത്രമല്ല, അവിടെ ചെന്നും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയല്ലേ? അത് മാത്രമല്ലല്ലോ, ആ ഫംഗ്ഷനും അലങ്കോലാക്കിയില്ലേ. എന്തിനാ ചേച്ചി ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ നീ പറയുന്നേ? അച്ഛാ, ഞാൻ അവിടെ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. മീരയ്ക്ക് അപകടം ഉണ്ടായത് എന്റെ കുഴപ്പം കൊണ്ടാണോ? ഇതുവരെ വൃന്ദാവനത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അർച്ചനയും കുഞ്ഞും അവിടെ ചെന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എല്ലാരും പറയുമ്പോ ഞാൻ എന്ത് ചെയ്യും? അപ്പോ വെഡിങ് ആനിവേഴ്സറി നടന്നില്ലേ? ഇല്ല, അതിനു മുന്നേ തന്നെ ആകെ പ്രശ്നമായി. വൃന്ദാവനത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കറിയാം? നല്ല ഒന്നാന്തര അഭിനേത്രിയാ ചേച്ചി. വെടിക്കെട്ട് പുരയ്ക്ക് തീ കൊളുത്തിയിട്ട് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടില് മാറി നിൽക്കാനേ ചേച്ചിയെ പോലെ മറ്റാർക്കും പറ്റില്ല. എന്തൊക്കെ സംഭവിച്ചാലും അർച്ചനടുത്തേക്ക് വൃന്ദാവനത്തിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അനൂപേട്ടൻ അത്രയ്ക്ക് സ്ട്രോങ്ങാ. അർച്ചനടുത്തി എന്ന് പറഞ്ഞ അനൂപേട്ടന് ജീവനാ. തിരിച്ചു അങ്ങനെ തന്നെയാ. അവിടെ അങ്ങനെ സംഭവിച്ചതിന്റെ പേരിൽ ഇവിടെ ഇനി നിങ്ങൾ തമ്മിലൊരു തർക്കം ഉണ്ടാവണ്ട. അച്ഛാ, ഇത് വെറുതെ ഒരു തർക്കത്തിന്റെ കാര്യമല്ല. ഏട്ടത്തെ വിളിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അവന്തി ഏട്ടത്തി തന്നെയാ. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം. വെറുതെ അനൂപേണ്ട ഫാമിലിയും കൂടി ഇല്ലാതാക്കരുത്. കേട്ടില്ല അച്ഛാ, എന്നെ ഇവരൊക്കെ കുറ്റപ്പെടുത്തുന്നത്. എല്ലാവരും കൂടി സന്തോഷത്തോടെ ജീവിക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവർക്കും എന്നെ കൊണ്ട് കഴിയുന്ന നന്മ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എന്റെ നന്ദേട്ടന്റെ കാര്യം നിങ്ങൾക്കറിയില്ലേ? ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. ആ എന്നെയാ നിങ്ങളിങ്ങനെ വേദനിപ്പിക്കുന്നത്. നന്ദന പൊന്നുപോലെ നോക്കുന്ന അവളെ കരയിക്കാൻ പാടില്ലായിരുന്നു. എന്നെ തൊട്ടുപോരുത്. നിന്റെ പിണക്കതുവരെ മാറിയില്ലേ? നോക്ക്, നീ ഒരു കാര്യം എനിക്കിനി ഒന്നും മനസ്സിലാക്കണ്ട. ഇതുവരെ മനസ്സിലായതൊക്കെ മതി. ഈ വീട്ടിലെ മരുമകളായിട്ടല്ല, മകളായിട്ടാ നിന്നെ അച്ഛനും അമ്മയൊക്കെ കാണുന്നത്. അച്ഛനോട് അവർക്ക് എത്രമാത്രം സ്നേഹമുണ്ടോ അതേ സ്നേഹം അവർക്ക് നിന്നോടുമുണ്ട്. കണ്ടു, എല്ലാവരുടെ സ്നേഹം ഇന്ന് ഞാൻ കണ്ടു. ഒരു മനസാക്ഷി ഇല്ലാതെ എന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലേ? അത് കേട്ടിട്ട് നിങ്ങളുടെ അമ്മയോ അച്ഛനോ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? മകള് വന്ന് കേറിയപ്പോ അവർക്ക് മരുമകളെ വേണ്ട,
എന്നിട്ടും പറയുന്ന കേട്ടില്ലേ, മകളാണ് പോലും മകളും. എടി, ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? നിനക്കല്ലേ? സന്തോഷത്തോടെ നിനക്കൊരു ഗിഫ്റ്റ് തരാനായിരുന്നു അച്ചു ആ മുറിയിലേക്ക് വന്നത്. പക്ഷെ അവിടെ ഉണ്ടായ സംഭവത്തിന്റെ പേരില് നീയും അവന്തിയും കൂടി അവളെ തെറ്റുകാരിയാക്കി. അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയാലോ. അവളുടെ കാര്യങ്ങൾ ഏറ്റവും കരുതലോടെയും ശ്രദ്ധയോടെയും നോക്കേണ്ട ആളാ നീ. ആ നീയാ അവന്തികയുടെ കൂടി അവളെ പരിഹസിച്ചതും അപമാനിച്ചതും. ഞാൻ ആരെ അപമാനിച്ചിട്ടില്ല. സത്യമായിട്ട് അങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്ത് സത്യം? ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? ഞാൻ നിന്നെ തല്ലിയതാണോ, അതോ ഞാൻ നിന്നോട് ഇവിടെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞതോ? മീരെ, ഞാൻ വേണമെങ്കിൽ ഒരു സോറി പറയാം. നിങ്ങളുടെ ആ സോറി കൊണ്ടുപോയി പുഴുകി തിന്നാ മതി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ ജീവിതം തകർത്തിട്ട് അനിയത്തെ ഇവിടെ അരിയിട്ട് വാഴിക്കാനാ നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. എനിക്കും എന്റെ കുഞ്ഞിനും ഈ വീട്ടിൽ ജീവിക്കണം. അതിന് തടസ്സം ഉണ്ടാക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. അതാരായാലും ശരി. ദൈവമേ, ഇങ്ങനെ ഒരു ജന്മം, ഒരു ചവിട്ടങ്ങ് വെച്ചു കൊടുത്താലോ? തറയെ കിടന്നുള്ള സമരം ഇന്ന് മാത്രമേ ഉള്ളോ, അതോ എന്നും നീ തറയെ തന്നെ കിടക്കുവോ? ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. അതങ്ങേ പള്ളി പോയി പറഞ്ഞാൽ മതി. ഇങ്ങനെ തറയെ കിടന്ന് പ്രതിഷേധിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്നും നീ ഈ തറയെ തന്നെ കിടന്നോണം. ഇനി മേലിൽ കട്ടിലിൽ കയറി കിടക്കാൻ വന്നേക്കരുത്. ആ, ഞാൻ തീരുമാനിച്ചോളാം. ആ, നീ തറയിലല്ല, നീ മുറ്റത്തിറങ്ങി കിടന്നാലും അച്ചുവിനോടുള്ള എന്റെ നിലപാടില് ഒരു മാറ്റവും ഉണ്ടാവില്ല. എനിക്ക് ജീവനുള്ള കാലം വരെ ഞാൻ അവളെ സംരക്ഷിക്കും. അല്ലെങ്കിൽ എന്റെ വാക്കിനൊരു വിലയില്ലല്ലോ. ഈ വാക്കിന് വില എന്ന് പറയുന്നതേ അവരവർ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചിരിക്കും. ഞാൻ പറയുന്നത് കേട്ട് എന്റെ കൂടെ ജീവിക്കാൻ നിനക്ക് വയ്യെങ്കില് ഡൈവേഴ്സ് ചെയ്തിട്ടേ നീ നിന്റെ പാട്ടിന് വയ്ക്കോ? അല്ല പിന്നെ നിന്നെയൊക്കെ ചുമക്കുന്ന എന്നെ വേണം പറയാൻ. ഡിവോഴ്സും ഞാൻ ഇപ്പൊ തന്നെ ചെയ്യിപ്പിക്കാം. അങ്ങനെ സുഖിക്കാന്ന് എന്റെ പൊന്നു മോനെ ഈ ജന്മത്തെ വിചാരിക്കണ്ട.